നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ജനുവരി മാസം നടത്താനിരിക്കുന്ന എക്സാമുകളുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണ് ജനുവരി മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന LDC എക്സാം ജനുവരി മാസത്തിലാണ് മിക്കവരും പ്രതീക്ഷിച്ചിരുന്നത്. ആ എക്സാം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബാക്കി എക്സാംസും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ജനുവരി 1-ാം തീയതി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് കേരള കോളേജ് എഡ്യൂക്കേഷൻ്റെ എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. റിട്ടൺ ടെസ്റ്റാണ്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാം, 100 മാർക്കിൻ്റെ എക്സാം. ഈ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി 23/10/2020 മുതൽ 11/11/2020 വരെയാണ്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കുക. 1/1/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് കേരള കോളേജ് എഡ്യൂക്കേഷൻ എക്സാം. അന്നേ ദിവസം തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സെയിം ഡേറ്റിൽ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ ഗ്രേഡ് 2 LC/AA കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള NCA നോട്ടിഫിക്കേഷൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ്. മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. അത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് NCA നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരുപാട് കാറ്റഗറീസ് സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സെയിം എക്സാം തന്നെയാണ് മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ വിശ്വകർമ്മ കാറ്റഗറിക്കുള്ള എക്സാം. അപ്പോൾ 1-ാം തീയതി ഇത്രയും എക്സാംസ് ആണ് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കോമൺ ടെസ്റ്റ് ആണ് ഈ പറഞ്ഞ 3, 4, 5, 6 കാറ്റഗറിക്ക് വേണ്ടിയിട്ട്. ഇനി 4/1/2021 മൺഡേ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസ് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. OMR ബാർ ഓൺലൈൻ എക്സാം ആണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. 4-ാം തീയതി ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പാലക്കാട്, കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. കോമൺ ടെസ്റ്റ് ആണ്. പിറ്റേ ദിവസം 5/1/2021 ട്യൂസ്ഡേ ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. സിലബസ് കൊടുത്തിട്ടുണ്ട്. അന്ന് ആ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. 6/1/2021 വെനസ്ഡേ ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. 7/1/2021 തേഴ്സ്ഡേ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിക്സ് കേരള കോളേജ് എഡ്യൂക്കേഷൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. 8/1/2021 ഫ്രൈഡേ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കെമിസ്ട്രി കേരള കോളേജ് എഡ്യൂക്കേഷൻ്റെ എക്സാം. 8/1/2021 ഫ്രൈഡേ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. അന്നേ ദിവസം തന്നെ 8/1/2021 ഫ്രൈഡേ വർക്ക് സൂപ്രണ്ട് അഗ്രികൾച്ചർ സോയിൽ കൺസർവേഷൻ യൂണിറ്റ് NCA നോട്ടിഫിക്കേഷൻ ആണ്. മുസ്ലിം കാറ്റഗറി കാസർഗോഡ് ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ വർക്ക് സൂപ്രണ്ട് കാസർഗോഡ് ജില്ല SCCC കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ 8/1/2021 ഓവർസിയർ ഗ്രേഡ് 3 പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് SC/ST ആൻഡ് ST ഒള്ളി കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 8/1/2021 ട്രേസർ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 8/1/2021 ഫ്രൈഡേ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ട് ഗ്രേഡ് 2 കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 8/1/2021 ഫ്രൈഡേ ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. ഫ്രൈഡേ കഴിഞ്ഞ് പിന്നെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മൺഡേ ആണ്. സാറ്റർഡേ എക്സാം ഇല്ല. ഓക്കെ, അപ്പോൾ മൺഡേ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് കേരള കോളേജ് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള റിട്ടൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ 11/1/2021 മൺഡേ ലെക്ചറർ ഇൻ കൊമേഴ്സ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പോളിടെക്നിക് കോളേജ് SR4 ST ആൻഡ്
സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിത് കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 12-ാം തീയതി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 വിശ്വകർമ്മ കാറ്റഗറിക്ക് വയനാട് ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. കൂടാതെ തൃശൂർ ജില്ലയ്ക്ക് ഹിന്ദു നാടാർ വിഭാഗത്തിന് വേണ്ടിയുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എക്സാം 12/1 തന്നെ കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിഫറെൻറ്റ് കാറ്റഗറീസിന് വേണ്ടിയുള്ള എക്സാം 12/1 ഇപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ധീവര, ബാക്കി ജനറൽ കാറ്റഗറി എല്ലാ ജില്ലയിലേക്കും വേണ്ടത്. ഓക്കെ, ഇതിനെല്ലാത്തിനും കോമൺ ടെസ്റ്റ് ആണ് 12-ാം തീയതി. 13-ാം തീയതി ചീഫ് ഇവാലുവേഷൻ ഡിവിഷൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 13-ാം തീയതി തന്നെ ചീഫ് ഇവാലുവേഷൻ ഡിവിഷൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് വേണ്ടിയുള്ള സെക്കൻഡ് പേപ്പർ കണ്ടക്ട് ചെയ്യുന്നു. 19-ാം തീയതി ഇലക്ട്രീഷ്യൻ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 19/1/2021 ലൈൻമാൻ പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ്ങിന് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 19/1 ലൈൻമാൻ നേരത്തെ കുറച്ച് ജില്ലകളുണ്ടായിരുന്നു, ഇല്ലാത്ത ജില്ലകൾ ഇന്നത്തെ ദിവസം തന്നെ കണ്ടക്ട് ചെയ്യുന്നു. 21/1/2021 അഗ്രികൾച്ചറൽ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് NCA നോട്ടിഫിക്കേഷൻ ധീവര കാറ്റഗറിക്ക് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 21/1/2021 സോയിൽ കൺസർവേഷൻ ഓഫീസർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷന് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 21/1/2021 അഗ്രികൾച്ചർ ഓഫീസർ ST കാറ്റഗറിക്ക് വേണ്ടിയുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ സോയിൽ സർവേ ഓഫീസർ ബാർ റിസർച്ച് അസിസ്റ്റന്റ് കാർട്ടോഗ്രാഫർ ബാർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ST കാറ്റഗറിക്ക് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 21/1/2021 അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 21/1/2021 സോയിൽ സർവേ ഓഫീസർ ഡിഫറെന്റ് കാറ്റഗറിക്ക് വേണ്ടിയിട്ട് സെയിം ദിവസം തന്നെയാണ് എക്സാം. അടുത്ത എക്സാം 21/1/2021 ലെക്ചറർ ഗ്രേഡ് 2 അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള എക്സാം ബൈ ട്രാൻസ്ഫർ കാറ്റഗറിക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ ലെക്ചറർ ഗ്രേഡ് 2 അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഡയറക്ട് റിക്രൂട്ട്മെന്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ 21/1/2021 അഗ്രികൾച്ചർ ഓഫീസർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് ജനറൽ കാറ്റഗറി വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും എക്സാംസ് ആണ് 21-ന്. 22/1/2021 അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിന് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു ഫ്രൈഡേ. അന്ന് ആ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. ഫ്രൈഡേ കഴിഞ്ഞ് പിന്നെ മൺഡേ ആണ്. ആ സാറ്റർഡേയും ഒഴിവാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, 25/1/2021 അടുത്ത എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മൺഡേ. സയന്റിഫിക് ഓഫീസർ ബയോളജി കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 27/1/2021 വെനസ്ഡേ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 28/1/2021 തേഴ്സ്ഡേ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 30/1/2021 സാറ്റർഡേ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസിന് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 30/1/2021 സാറ്റർഡേ. അപ്പം അവസാനത്തെ സാറ്റർഡേ അവർ എടുത്തിട്ടുണ്ട്. 2 സാറ്റർഡേ ഒഴിവാക്കിയിട്ടിരിക്കുന്നു, അവസാനത്തെ സാറ്റർഡേ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 30/1/2021 സാറ്റർഡേ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസിന് വേണ്ടിയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും എക്സാംസ് ആണ് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 2 സാറ്റർഡേയ്സ് ഇടാതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം LD ക്ലർക്ക് ചേർക്കാനാണോ അതോ ഇനി റിവൈസ്ഡ് ടൈം ടേബിൾ വരുമോ എന്ന് നമുക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയും എക്സാംസ് ആണ് PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പഠനങ്ങളെല്ലാം നന്നായി തുടരുക. വീണ്ടും കാണാം. താങ്ക്